ഈ ഓലമടൽ കൊണ്ട് മെടഞ്ഞു വെച്ച വാതിലായിരിക്കും. അത് ആരെപ്പം ഉന്തിത്തുറന്ന് ഉള്ളിലേക്ക് വരും. അതിൽ അമ്മയുണ്ട് അവിടെ, പെങ്ങളുണ്ട് അവിടെ, എല്ലാവരും കിടക്കുന്ന സ്ഥലം. അപ്പം ആര് തള്ളിത്തുറന്ന് ഉള്ളിലേക്ക് വരും എന്നുള്ള ഭയത്തോടു കൂടി തലനയുടെ ചോട്ടിൽ ഒരു അരിവാക്കത്തിയും ഒരു ടോർച്ചും വെച്ചിട്ടാണ് എൻ്റെ ഉമ്മ ഉറങ്ങുക. ദാരിദ്ര്യം വരുമ്പം നമുക്ക് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന. അപ്പോൾ ഒരു മനുഷ്യന്റെ വാല്യൂ സിസ്റ്റം വരെ തകരും. ഇപ്പോൾ വിശക്കുമ്പോൾ, വിശപ്പിനാട്ടിൽ വലിയ വാല്യൂ സിസ്റ്റം ഒന്നും ലോകത്തില്ല. അപ്പോൾ ഒരാൾ ഒരു വിധവയുടെ അടുത്ത് വന്നിട്ട് സഹായിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചൂഷണം ചെയ്യരുത്. അവർ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കട്ടെ. മനുഷ്യന് എന്താണ് ജീവിതം, എന്താണ് മനസ്സമാധാനം, എന്താണ് നോർമൽ എന്ന് പഠിപ്പിക്കുന്ന ഈ ലോകത്തിന് ഏറ്റവും നല്ല ഒരു പുസ്തകം സംഭാവന ചെയ്തിരിക്കുന്നത് ഞാനായിരിക്കും. ആ പുസ്തകത്തിന്റെ പേര് ഡീപ്പ് ഇമർഷൻ എന്നായിരിക്കും. ഇനിയിപ്പോ എന്തോ ഒരു വിഷൻ, ബിസിനസ് തുടങ്ങി, നമുക്ക് പൈസയൊക്കെ വന്ന് കഴിഞ്ഞു, നമുക്ക് ഒരുപാട് പൈസയുണ്ട്, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ആവറേജ് ആള് ചെയ്യുന്നത് ആദ്യം വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു, വൈഫിന് കുറെ ഗോൾഡ് മേടിച്ചു കൊടുക്കുന്നു. അതായത് പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇപ്പൊ എന്താ നെക്സ്റ്റ് ഇപ്പൊ ചെയ്യാ? പിന്നെ ഒരു മൂഡ് വേണമല്ലോ, അടുത്തൊരു ബിസിനസ്, അടുത്ത ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനിപ്പോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? 3 കാര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ ലോങ് ടേമിലുള്ളത്. അതിലൊന്ന് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ബാക്കി 2 ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത് നമ്മൾ ഒരു വിധവയുടെ ലൈഫ്, ഒരു ഓർഫൻ്റെ ലൈഫ് ഒക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഓർഫനേജിൽ നിന്ന് ഒരുപാട് ചാടി പോന്നിട്ടുണ്ട്. മതിൽ ചാടിയിട്ട് നടന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. 30 കിലോമീറ്റർ നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ കൂടെ പിന്നെ ഒരാൾ കൂടി ഉണ്ടാവുമായിരുന്നു. പിന്നെ ഞാൻ അവനെ വെറുതെ മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം. ഈ മിസ്റ്റർ എക്സും ഞാനും ഒരുമിച്ചാണ് നടക്കുക നാട്ടിലേക്ക്. എൻ്റെ വീട്ടിലെത്തിയാൽ എനിക്ക് ഉമ്മ നല്ല തല്ല് കിട്ടും. എന്നെ തിരിച്ചു കൊണ്ടാക്കും. മതിൽ ചാടി വന്നവനെ തിരിച്ചു കൊണ്ടാക്കും. അവനോട് അവൻ്റെ അമ്മ പറഞ്ഞ, എടാ നിനക്ക് അവിടെ ബുദ്ധിമുട്ടാണ്, നീ പോകണ്ട, നിമ്മാൻ്റെ കുട്ടി ഇവിടെ നിന്നോളിന്നാണ്. അവൻ്റെ സ്നേഹനദിയായ ഉമ്മ എൻ്റെ ഉമ്മ അടിച്ച് തിരിച്ചു കൊണ്ടാക്കും. കാലങ്ങൾ കഴിഞ്ഞു. ഈ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ ആയിരിക്കുന്ന കാലത്ത് ഞാനൊരു TV ഇങ്ങനെ കാണാണ്. അപ്പം കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ അറബി എക്സ് പിടിയിൽ. നിങ്ങളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതെവിടെയോ കണ്ടണല്ലേ ഇയാളെ മുഖം. ഇത് നമ്മൾ അന്ന് മതിലയാടിയോനെ, ഓനും ഞാനും ഒരുമിച്ച് ചാടിയാണ്. അവന് പരിപാടി എന്താ വെച്ചാൽ പല വേണ്ടാത്ത പരിപാടി ഉണ്ട്. അതിനുശേഷം വീണ്ടും അന്നോ ജയിലിൽ പോയി. വീണ്ടും ഒരു ന്യൂസ്, പിന്നെ സ്കൂൾ കുട്ടികൾക്ക് MDMA സപ്ലൈ ചെയ്ത് അറബി എക്സ് പിടിയിൽ. അപ്പം അറബി എക്സിൻ്റെ ഇല്ലാത്ത പരിപാടിയില്ല. ഞാനും അവനും ഒരേ കാലത്ത് ഓർഫനാക്കപ്പെട്ട്, ഒരേ കാലത്ത് ഓർഫനേജിൽ പഠിച്ച്, ഒരേ കാലത്ത് മതിൽ ചാടിയ 2 പേര്. ഒരാൾക്ക് ഗൈഡൻസ് കിട്ടുന്നു, ഒരാൾക്ക് ഗൈഡൻസ് കിട്ടുന്നില്ല. ഒരാൾ അബ്ദുസ്സലാം ഉമർ ആകുന്നു, ഒരാൾ അറബി എക്സ് ആകുന്നു. അപ്പം ആ ഒരു ആശയം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ റുഖയ ഫൗണ്ടേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നതും. ഇത്തരം കുട്ടികളെ, നമ്മളെപ്പോലെയുള്ള സ്ട്രീറ്റിലുള്ള ഓർഫൻസിനെ എടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസവും സ്കോളർഷിപ്പും ഗൈഡൻസും മെൻറ്ററിങ്ങും കൊടുത്താൽ അവരിലൂടെ കുറേ സോഷ്യൽ ലീഡേഴ്സിനെ, നാളത്തേക്കുള്ള ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അങ്ങനെ ഞങ്ങളൊരു അതുപോലെ തന്നെ അവരുടെ അമ്മമാർ, ഇപ്പോൾ ഒരു വിധവയാകുമ്പോൾ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിന് വില പറയാതെ, അഭിമാനത്തിന് വില പറയാതെ, ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു വീട്. ഇപ്പം നമ്മളൊക്കെ വീടിൻ്റെയൊക്കെ ഏറ്റവും വലിയ ചാലഞ്ച് ഞങ്ങൾ കുട്ടിക്കാലം നിന്ന് ഈ ഓലമടൽ കൊണ്ട് മെടഞ്ഞു വെച്ച വാതിലായിരിക്കും. അത് ആരെപ്പം ഉന്തിത്തുറന്ന് ഉള്ളിലേക്ക് വരും. അതിൽ അമ്മയുണ്ട് അവിടെ, പെങ്ങളുണ്ട് അവിടെ, എല്ലാവരും കിടക്കുന്ന സ്ഥലം. അപ്പം ആര് തള്ളിത്തുറന്ന് ഉള്ളിലേക്ക് വരും എന്നുള്ള ഭയത്തോടു കൂടി തലനയുടെ ചോട്ടിൽ ഒരു അരിവാക്കത്തിയും ഒരു ടോർച്ചും വെച്ചിട്ടാണ് എൻ്റെ ഉമ്മ ഉറങ്ങുക. വാതിലിന് ആര് തൊട്ടാലും ഉമ്മ കണ്ണിലേക്ക് ടോർച്ച് അടിച്ചിട്ട് കത്തി ഇങ്ങനെ കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെ കുട്ടികളെ ഉമ്മ വളർത്തിയിട്ടുള്ളത്. ഉമ്മ ഭയങ്കര പവർഫുള്ളാണ്. അതായത് അച്ഛൻ ഇല്ലാത്ത ആ സമയം മുതൽ പെങ്ങളുണ്ട്. ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് വീട്. അപ്പോൾ ആർക്കും വരാം, ആർക്കും ഞങ്ങളെ ദ്രോഹിക്കാം. ഉമ്മ തന്നെ യുവതിയാണ്. ഉമ്മക്ക് അന്ന് ബേസിക്കലി 26 വയസ്സ് 28 വയസ്സൊക്കെ ആയുള്ളൂ. അപ്പം ഉമ്മ യുവതിയാണ്. അങ്ങനെയുള്ളൊരു ഒരു ത്രട്ടണിങ് എൻവയറമെൻറ്റിലാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി വിധവയ്ക്ക് വേണ്ടത് ഒന്ന്, കുറ്റിയിടാൻ പറ്റിയൊരു വീട് വേണം, അടച്ചുറപ്പുള്ളൊരു വീട്. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി, ഇപ്പോൾ എൻ്റെ ബിസിനസ് ഉണ്ട്, ജേഷൻ്റെ ബിസിനസ് ഉണ്ട്, ഞാൻ കോച്ച് ചെയ്യുന്ന ഒരുപാട് കമ്പനികളൊക്കെ അവരുടെ സോഷ്യൽ ഫണ്ട് സമൂഹത്തിന് വേണ്ടിയുള്ളത് അവർ ഇതിനു വേണ്ടി നീക്കി വെക്കും. ഫൗണ്ടേഷൻ. അപ്പോൾ അവർ ഈ വീടില്ലാത്ത ആളുകൾക്ക് നമ്മൾ ആരുടെയും ലേബലൊന്നും വെക്കില്ല, ഒരു കളറും പെയിൻറ്റും ഒന്നും അടിക്കില്ല, ഒന്നും വെക്കില്ല. ജസ്റ്റ് അവർക്ക് നല്ല ഒരു 800 മുതൽ 1000 വരെ സ്ക്വയർ ഫീറ്റുള്ള ഒരു കിഡിലോസ്കി വീടുണ്ടാക്കി കൊടുക്കും. നല്ല ഞങ്ങളെ വീട്ടിൽ വെച്ച അതേ പൈപ്പും, എൻ്റെ വീട്ടിൽ വെച്ച അതേ ബ്രാൻഡിൻ്റെ പൈപ്പും, അതേ ബ്രാൻഡിൻ്റെ വാഷ് ബേസിനും അതേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ല വീട് ഉണ്ടാക്കി കൊടുക്കുക. അതിൽ നല്ല അടച്ചുറപ്പുള്ള, ആരും വന്ന് മുട്ടുകയോ തുറക്കുകയോ ചെയ്യാത്ത വീട്, സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്ന വീടുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ വേണ്ടത് പട്ടിണിയാണല്ലോ, റൊട്ടി കപ്പട മക്കാനാണല്ലോ.
ഈ കുട്ടിക്ക് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്ലി ക്യാഷ് കൊടുക്കുക, ഈ ഉമ്മയുടെ ചെലവിന് വേണ്ടിയിട്ട് മന്ത്ലി ക്യാഷ് കൊടുക്കുക. ഇനി അതല്ല, ക്യാഷ് അല്ല വേണ്ടതെങ്കിൽ അവർക്ക് ടൈലറിങ് മെഷീനോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് യൂണിറ്റുകൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അവർ അഭിമാനത്തോടു കൂടി ജീവിക്കട്ടെന്ന്. ആരും വന്നിട്ട് അവരുടെ ദാരിദ്ര്യം വരുമ്പം നമുക്ക് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വാല്യൂ സിസ്റ്റം വരെ തകരും ഇപ്പോൾ വിശക്കുമ്പോൾ. വിശപ്പിനാട്ടിൽ വലിയ വാല്യൂ സിസ്റ്റം ഒന്നും ലോകത്തില്ല. അപ്പോൾ ഒരാൾ ഒരു വിധവയുടെ അടുത്ത് വന്നിട്ട് സഹായിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചൂഷണം ചെയ്യരുത്. അവർ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കട്ടെ. അപ്പോൾ അത്തരം ഒരു 150ഓളം കുട്ടികൾ നമ്മുടെ അണ്ടറിൽ ഇപ്പോൾ വളരുന്നുണ്ട്. ഡോക്ടർ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ ഏകദേശം 6 വർഷത്തോളായി, പക്ഷെ ഇതുവരെയായിട്ട് എൻ്റെ അടുത്ത് പോലും ഈ ഒരു റുക്കിയ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അതായത് ഇത്ര വീട് വെച്ച് കൊടുത്തു എന്നോ ഇങ്ങനെ ഒരു കാര്യം, ഇത് സത്യമാണ്. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ നിന്നാണ് ഇത് അറിയുന്നത്. അത് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണല്ലോ. ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇപ്പം എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ചുരുങ്ങിയത് 1000 വീടുകളെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് വെച്ചു കൊടുക്കണം. 1000 കുടുംബങ്ങളെങ്കിലും സംരക്ഷിക്കണം. 1000 കുട്ടികളെങ്കിലും ഈ സമൂഹത്തിൻ്റെ ലീഡേഴ്സായിട്ട് വളർത്തിക്കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവരും. ഞങ്ങൾ കമ്മിറ്റഡ് ആണ്. അതിനു വേണ്ടിയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് കഴിഞ്ഞ 10, 13, 15 വർഷമായിട്ട് 10,000-ഓളം വരുന്ന ഒരു സ്ട്രോങ് ബിസിനസ് കമ്മ്യൂണിറ്റി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നെറ്റ്വർക്കിൻ്റെ നെറ്റ്വർത്താണ് എൻ്റെ അസറ്റ്. അവർ വെറും നെറ്റ്വർക്ക് അല്ല, ഞാൻ വിശ്വസിക്കുന്ന അതേ മൂല്യങ്ങളിൽ നിൽക്കുന്ന അതേ സാമൂഹ്യ ബോധമുള്ള അങ്ങനെ തന്നെ സമൂഹത്തെ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ. ഞങ്ങൾ ഒരുമിച്ച് എന്ന് മാത്രമല്ല, എല്ലാ കമ്പനികളും അവരുടേതായിട്ടുള്ള ചാരിറ്റികൾ വേറെ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരോടും അവരുടേതായിട്ടുള്ള ഫൗണ്ടേഷൻസും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചാരിറ്റി വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റി വർക്കിൻ്റെ എമൗണ്ട് ഒരുപക്ഷെ 10,000-കണക്കിന് കോടികളായിരിക്കും ഭാവിയിൽ. വലിയ സംഖ്യയായിരിക്കും. അപ്പം നമ്മൾ പറയും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് കച്ചവടം കൂട്ടുക, ലാഭം ഉണ്ടാക്കുക, കാറ് വാങ്ങുക, അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ള കൺസെപ്റ്റിലല്ല വർക്ക് ചെയ്യുന്നത്. വി ആർ ഡൂയിങ് സ്ട്രോങ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സ്ട്രോങ് സോഷ്യൽ കൺസ്ട്രക്ട്, അതാണ് ലൈഫിൻ്റെ മുന്നോട്ടുള്ള ഒരു പ്രധാന യാത്ര എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഒരു 10 വർഷം കഴിഞ്ഞാൽ എല്ലാവർക്കും പിരാന്താവും, എല്ലാവർക്കും വട്ടാവും. ഫോണിൽ കളിച്ച് AI റോബോട്ടിക്സ്, ഫോണ്, ടെക്നോളജി, എല്ലാവർക്കും വട്ടാവും. ലൈഫിൽ സന്തോഷം എവിടെയാ, സമാധാനം എവിടെയാ, റിലേഷൻഷിപ്പ് എങ്ങനെയാ, ക്ഷമ എവിടെയാ, ദേഷ്യം ഇല്ലാതെ സന്തോഷം എന്ന് അറിയാത്തൊരു സ്ഥിതി വരും. അതായത് നോർമൽ ആൾക്കാരെ കാണാണ്ടാവില്ല. എങ്ങനെയാ നോർമൽ ആവേണ്ടതെന്ന് പോലും അറിയാത്ത, എന്താണ് നോർമൽ എന്ന് പോലും അറിയാത്ത. അതായത് ഉടുപ്പ് ഇടുന്ന നാട്ടിൽ ഉടുപ്പിടാത്തവൻ തെറ്റുകാരനും, ഉടുപ്പിടാത്ത നാട്ടില് ഉടുപ്പിട്ടവൻ തെറ്റുകാരനാണ്. അപ്പൊ എന്താണ് നോർമല്? പിരാന്തില്ലാത്തവനെയാണ് മറ്റൊരു പിരാന്ത് എന്ന് പറയാം. അപ്പൊ അതായത് ചെരുപ്പിടാത്ത നാട്ടിൽ ഒരാൾ ചെരുപ്പിട്ട് നടന്നാല് പിരാന്തൻ, ചെരുപ്പ് ഇടുന്ന നാട്ടില് ഒരാൾ ചെരുപ്പിടാതെ നടന്നാല് ഓൻ പിരാന്തൻ. കുറച്ച് കഴിഞ്ഞാല് വട്ടില്ലാത്തവനെ കണ്ടാവും പിരാന്തനെ കാണാം. അങ്ങനത്തെ ഒരു സ്ഥിതി ഇവിടെ വരാനുണ്ട്. ആ സമയത്ത് മനുഷ്യന് എന്താണ് ജീവിതം, എന്താണ് മനസ്സമാധാനം, എന്താണ് നോർമൽ എന്ന് പഠിപ്പിക്കുന്ന ഈ ലോകത്തിന് ഏറ്റവും നല്ല ഒരു പുസ്തകം സംഭാവന ചെയ്തിരിക്കുന്നത് ഞാനായിരിക്കും. ആ പുസ്തകത്തിന്റെ പേര് ഡീപ്പ് ഇമർഷൻ എന്നായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും യു റീഡ് ഡീപ്പ് ഇമർഷൻ, യു വിൽ ഹാവ് സൊല്യൂഷൻ ദർ. എൻ്റെ ഇത്രയും കാലത്തെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫിൻ്റെ ഒക്കെ സ്റ്റോറികളുടെ ഒരു സമ്മറി ആയിരിക്കും. എൻ്റെ വാല്യൂസിൽ നിന്നുകൊണ്ടുള്ള ഒരു സമ്മറി ആയിരിക്കും ഡീപ്പ് ഇമർഷൻ. അത് സംഭാവന ചെയ്തിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ, എന്താണ് ബിസിനസ്, എങ്ങനെയാണ് ബിസിനസ്, എന്താണ് എൻ്റെ പ്രശ്നം, എന്താണ് എൻ്റെ സൊല്യൂഷൻ എന്നുള്ള അന്വേഷണത്തിൽ അവസാനമായി എത്തി നിൽക്കുന്ന സമഗ്രമായ പുസ്തകമായിരിക്കും ബിസിനസ് ഇമർഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിസിനസ് ഇമർഷനിൽ ഊന്നിയ ഒരു ബിസിനസ്സുകാരൻ്റെ 50 പൊട്ടത്തരങ്ങൾ എന്ന് പറയുന്ന എൻ്റെ പുസ്തകം. അതിലെല്ലാം ഉണ്ടാവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്. അത് വായിച്ച് ഒരാൾ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ, അന്ന് ചിലപ്പം എൻ്റെ കോച്ചിങ് ഒന്നും അവൈലബിൾ ഉണ്ടല്ലോ, കാരണം ഞാൻ ആരോഗ്യപരമായിട്ട് റെഡി അല്ല ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ ഈ പുസ്തകം ഈ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ട് ഞാൻ പോവുള്ളൂ. അപ്പം അങ്ങനെ 5 പുസ്തകങ്ങളുണ്ട്. അത് ഫാമിലി ലൈഫ്, പാരൻറ്റിങ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഡീപ്പ് ഇമേർഷൻ, ബിസിനസ്. 5 പുസ്തകങ്ങൾ എഴുതും. അതിനു വേണ്ടിയുള്ള പണിപ്പുരയിലാണ് ഞാനും എൻ്റെ ടീമും. മൂന്നാമത്തെ എൻ്റെ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സിസ്റ്റവും ഈ A+ വിദ്യാഭ്യാസവും ഞാനും തമ്മിൽ തീരെ ഒക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്. ഒരു കമ്മിറ്റിയിലും ഒരു സംഘടനയിലും ഒരു സ്ഥലത്തും എന്നെ എടുക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും റിബലാണ്. ഈ പോക്ക്, അതായത് നമ്മൾ പ്രകൃതി പ്രായോഗികത. ഇപ്പൊ A+B² പഠിപ്പിക്കുന്ന മാഷോട് ചോദിക്കും, മാഷ് എന്ത് തേങ്ങക്ക് ഞങ്ങൾ ഇത് പഠിപ്പിക്കണേ? ഈ A+B² എനിക്ക് തിന്നാൻ പറ്റില്ല. അത് എന്തിനാണ് എനിക്ക് പറയാം, എന്തിനാ പഠിച്ചതെന്ന്? സൈന്യ കോച്ച് തീറ്റ അതൊക്കെ പഠിച്ചതല്ലേ. എന്ത് തീറ്റ? ആകെ മന്തി തീറ്റ.
അപ്പം പ്രായോഗിക വിദ്യാഭ്യാസത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഇഷാമ് ഒരു സാധനം വാങ്ങിക്കൊടുത്താൽ അത് ഊരി കുടുക്കി തരും. പക്ഷെ അവനോട് A+B ചോദിക്കാത്ത. അപ്പം അവന് ജീവിക്കാനല്ലേ അറിയണ്ടുള്ളൂ. അപ്പം എൻ്റെ ഒരു വില്ലേജ് വരും. അതിന് ഞാൻ വെറുതെ ഒരു തമാശക്ക് ആശ്രമം എന്ന് വിളിക്കാം. അവിടെ നമുക്ക് ഏറ്റവും നല്ല ബിസിനസ് ഇപ്പം അതാണല്ലോ. അപ്പോ അതൊരു എർത്ത് ഓറിയന്റഡ് ലീഡർഷിപ്പ് സ്കൂളായിരിക്കും. അവിടെ എൻ്റെ വാല്യൂ സിസ്റ്റവും എൻ്റെ പ്രോസസ്സുമാണ് റൺ ചെയ്യാം. ഒരാൾ എന്തിനാണോ അവിടെ വരുന്നത് അത് അയാൾ അച്ചീവ് ചെയ്യും. നല്ല ഫാമിലിയാണോ വേണ്ടത്, അച്ചീവ് ചെയ്യും. ഡൈവേഴ്സ് വേണ്ടേ, അത് അച്ചീവ് ചെയ്യും. നല്ല കുടുംബജീവിതം വേണം, അത് അച്ചീവ് ചെയ്യും. നല്ല ബിസിനസ് വേണം, അച്ചീവ് ചെയ്യും. എനിക്ക് IAS കിട്ടണം, അത് അച്ചീവ് ചെയ്യും. എനിക്ക് സമാധാനം വേണം, അത് അച്ചീവ് ചെയ്യും. എനിക്കൊന്ന് ഹീൽ ചെയ്യണം, അത് അച്ചീവ് ചെയ്യും. എന്തിനാണോ അയാൾ വരുന്നത് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക. അത് പ്രകൃതിയിലൂടെ ചെയ്യുന്ന, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയി ചെയ്യുന്ന, അതിൽ റിസോർട്ടും അതിൽ ലൈഫ് സ്കില്ലും അതിൽ ഫാമിങ്ങും അതിൽ പോത്തും അതിൽ ആടും അതിൽ കോഴിയും അതിൽ സ്പോർട്സും ഒക്കെയുള്ള അതിന് ആ സംവിധാനം ഉണ്ടാക്കിയിട്ട് കാര്യമല്ല. ആ സംവിധാനത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സാണ്. ആ സംവിധാനത്തിൽ ഇപ്പം ഇന്ത്യയിൽ നോക്കിയാൽ ഒരു ട്രെയിനിങ് റിസോർട്ട് ഇല്ല. ഇപ്പം ഞാനിപ്പം DP മെർഷൻ്റെ ഏകദേശം 12-14 ബാച്ച് നടത്തിയത് മൗണ്ടൻ ക്ലബ് റിസോർട്ടിലാണ്. ഒരു പരിധിവരെ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു റിസോർട്ട് ആയതുകൊണ്ടാണ്. അതല്ലാത്തൊരു റിസോർട്ട് ഞാൻ ഒരുപാട് തപ്പിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ ഒരു പ്രോപ്പർ ട്രെയിനിങ് റിസോർട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ട്രെയിനിങ് റിസോർട്ട്, കോച്ചിങ് റിസോർട്ട്, ഒരു ഒരു ഇവൻ്റ് റിസോർട്ട് ഒക്കെ ആയിരിക്കും കൊമേഴ്ഷ്യലി. പക്ഷെ അത് ലാഭത്തിലാവില്ല. അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ്, നോട്ട് ഫോർ ലോസ് അല്ല. എൻ്റെ സമൂഹത്തിന് ഞാൻ മരിച്ച ശേഷം അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് സംഭാവന ചെയ്തു പോകാനുള്ള ഏറ്റവും നല്ലൊരു സംഭാവനയായിരിക്കും ഈ ഹ്യൂമൻ എക്സലൻസ് വില്ലേജ്. ആ വില്ലേജിൽ വന്നാൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനം കിട്ടും. ആ വില്ലേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എന്താണോ വിചാരിച്ചത് അത് കിട്ടിയിട്ടേ നിങ്ങൾ പുറത്തിറങ്ങുള്ളൂ. മനുഷ്യന് സമാധാനം തേടി വരുന്ന ലോകത്തുനിന്നുടനീളം സമാധാനം തേടി വരുന്ന ഒരു നാച്ചുറൽ ഏരിയ, ചിലപ്പോൾ 10, 20, 25, 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ ഭൂമിയായിരിക്കും ഹ്യൂമൻ എക്സലൻസ് വില്ലേജ്. അങ്ങനെയുള്ള വലിയ വലിയ തള്ളുകളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ആരുടെ ഇതൊക്കെ ഞാൻ നടത്തിയിരിക്കും.